അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അതിന് ഞാൻ എന്തെല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ അയക്കൂറ കിട്ടിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അയക്കൂറ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച് സിമ്പിളായിട്ടുള്ള അയക്കൂറ ബിരിയാണി. ഹെവി ആയിട്ടൊന്നുമല്ല, സാധാരണ നമുക്ക് ഇപ്പോൾ ഉച്ചക്ക് കഴിക്കുമ്പോഴത്തെ ഇത്. ഇപ്പോൾ ഞാനിത് 1 കിലോ ബസ്മതി റൈസാണ് എടുക്കുന്നത്. 1 കിലോത്തിൻ്റെയാണ് അത്. നമുക്കിപ്പോൾ ഒരു 4 ആൾക്ക് മതി. അങ്ങനെ ഞാൻ 1 കിലോ എടുത്തത്. പിന്നെ അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് കുറച്ച് ഒരു 10-12 മിനിറ്റ് നമുക്ക് കുതിർത്ത് നമ്മളെ മസാല റെഡി ആകുമ്പോൾക്ക് ഇതുപോലെ കുതിർന്നിട്ട് കിട്ടുമല്ലോ. മസാല റെഡി ആകുമ്പോൾക്ക് ഫസ്റ്റ് ഞാനത് അരി കുതിർക്കാൻ വെച്ച് ഇതിലേക്ക് നമ്മളല്ലേ ഇത് കഴുകണം. കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുതിർക്കാൻ വെക്കാം. അപ്പം ഇതിന് കഴുത്ത് എടുക്കാം. അപ്പോൾ ഇതാ അരി കഴുകി കുതിർക്കാൻ വെച്ച് അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഉപ്പിടുന്നെങ്കിൽ നമുക്ക് ബിയ്യം കുതിർന്നിട്ട് കിട്ടും. കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മസാല റെഡി ആവണം. അപ്പോൾ അത് കുതിർന്നിട്ടേക്കാം. ഇനി നമുക്കിതാ മീൻ ഫ്രൈ ആക്കാൻ എടുക്കാം. ആദ്യം മീൻ ഫ്രൈ ആക്കാനുണ്ട്. ഇത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പിൻ്റെ പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതാ 4 മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് ഞാൻ പിന്നെ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഫസ്റ്റ് ഇടുന്നില്ല. എന്തുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇതായിട്ട് കിട്ടാല, ക്രിസ്പി ആയിട്ട് കിട്ടാല മീൻ. ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് മുമ്പ് ഇട്ടെങ്കിൽ ഇതിലേക്ക് ഫ്രൈ ആക്കുമ്പോൾ ഇട്ട് കൊടുത്തെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടായിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ചെറുപുളി പിഴിഞ്ഞ് കൊടുക്കാം. നിർബന്ധമല്ല, നമ്മൾ ഫ്രൈ ആക്കി മസാല ഒക്കെ ആക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ചെറുപുളി ഇടണമെന്ന് നിർബന്ധമില്ല. ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഫ്രൈ ആക്കിയാൽ തന്നെ പിന്നെ ഉള്ളി വാട്ടിയെടുക്കാം. ഉള്ളീനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സായി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കാം. നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഫാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നില്ലെങ്കിൽ നമ്മൾ ഇത് നീരുള്ളി ഇതിൽ തന്നെ പിന്നെ കായ്ച്ചതെടുക്കുന്നത്, ഇതേ എണ്ണയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് കിട്ടണം. ചൂടായിട്ടാകുമ്പോൾ നമുക്ക് നല്ല മീൻ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് അതേയിലേക്ക് ഞമ്മ ഒരു മീൻ ഇട്ടിട്ട് കൊടുക്കാം. എണ്ണ ഈ ഫ്ലെയിം ഒന്നാക്കണ്ട. ഇതിനെല്ലാം നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരു നീരുള്ളി നല്ലത് തിന്നായിട്ട് സ്ലൈസായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ
മുറിച്ചെടുക്കാം. നിങ്ങളിഷ്ടം പോലെ ആക്കാം. നമുക്ക് ഒരു നീരുള്ളി, ഒരു നീരുള്ളി നമുക്ക് ധാരാളം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ മീൻ എന്താ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടി അടിഭാഗം. ഇനി അതുപോലെ മറ്റേ ഭാഗം മറിച്ചിട്ടാൽ മതി. ഈ ലോ ഫ്ലെയിമിലാക്കിയെങ്കിൽ ഇത് മീൻ ക്രിസ്പി ആയിട്ട് കിട്ടാല. മീൻ എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാനൊരു ഉരുളി വെച്ചെടുത്ത്, എൽമനത്തിൻ്റെ ഉരുളി വെച്ചെടുത്ത്. എനിക്ക് ഇത് ഈസി ആയിട്ട് ഇതിൽ കുറച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫുഡെങ്കിൽ ഇതിൽ ബിയ്യം കിച്ചണിലുണ്ട് പാത്രം എടുത്തിട്ട് ഞാൻ ബിയ്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം ഇപ്പോൾ എടുത്ത് കഴുകിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇപ്പോൾ എടുത്തിട്ട് കുറേ പണിയാണ്. ഇതില്ലെങ്കിൽ ബിയ്യം നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന്. ഞാൻ അരമണിക്കൂർ തേച്ചുണ്ട്, പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ്. കുറേ പണിയും കാര്യവും ഇതൊന്നുമില്ല. അങ്ങനെ അതാ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ഈ പൊരിച്ച ഈ എണ്ണയില്ല, ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മീൻ ഫ്രൈ ആക്കിയ എണ്ണ. വേറെ എണ്ണ എടുക്കണമെന്നില്ല. ഞാൻ ബിരിയാണിക്ക് പൊതുവെ എണ്ണ കുറവാണ് ഞാൻ കൂട്ടൽ. എണ്ണ ഇട്ടത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, നല്ലോണം എണ്ണ കൂടിയെങ്കിൽ. ഇനി നമുക്ക് ഈ നീരുള്ളി കഴിക്കാം. കുറച്ച് ഒന്ന് ഉള്ളി ഫ്രൈ ആയാൽ മതി, നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടണമെന്നില്ല. കുറച്ചൊന്നും ബാടിയാൽ മതി. ഇപ്പം നമുക്ക് മറ്റേ മസാല എല്ലാം ചേർക്കാം. ഒരു നുള്ളു ഉപ്പ്, നീരുള്ളി ബാടി കിട്ടാൻ ഒരു നുള്ളു ഉപ്പ്. ഇതാ ഉള്ളി നല്ലതുപോലെ നല്ല ബാടി കിട്ടിയിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒരു സ്പൂണ്. ഇത് പച്ചമുളക് പേസ്റ്റാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തക്കാളി എടുത്തിരുന്നത്. എനിക്ക് തക്കാളി കുറച്ച് ജാസ്തി വേണം, അങ്ങനെ ഞാൻ 3 തക്കാളി ഇട്ടെടുത്ത്. പിന്നെ അതിലേക്ക് ഞാനില്ലേ ഫിഷ് ഫ്രൈ മസാല കുറച്ച്, ഒരു മണത്തിന് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തു.
ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ മസാല വെന്ത് കിട്ടണം. തക്കാളിയെല്ലാം വെന്ത് കിട്ടണം. ഇപ്പം നമ്മൾ മീൻ മസാല ഇവിടെ റെഡി. ഇനി ഇതിലേക്കൊന്നും ഇടാനില്ല. നമുക്കിനി ചോറ് വെക്കാം. അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് തക്കാളിയെല്ലാം വെന്ത് കിട്ടുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ചോറ് റൈസ് വേവിച്ചെടുക്കാം. ബസ്മതി റൈസില്ലേ, അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച്. ഇനി നമുക്ക് ഈ അരിക്കിലോ ഞാൻ ആകെ എടുത്തിന് അരിക്കിലാണ്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഇത് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വെന്ത ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് ദമ്മിടാം. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ചുകൊണ്ട് വന്നു. ഇനി ഇതിൻ്റെ വെള്ളം ഞാൻ എന്താക്കുന്നതാണ്, ഒരു 2 കയ്യിൽ വെള്ളം നമ്മളെ മസാലയ്ക്ക് ഒന്നിട്ട് കൊടുക്കും. ഈ മസാലയല്ലേ ഇതിലേക്കൊന്ന് ഈ ചോറ് തിളച്ചതിൻ്റെ വെള്ളം കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് മസാലക്കൊന്ന് അരി തിളച്ചതിൻ്റെ വെള്ളം, ചോറ് തിളച്ച അരി തിളച്ച് നല്ലതുപോലെ തിളച്ച വെള്ളമില്ലേ, അത് കുറച്ചൊന്ന് ഒരു ഗ്രേവി കിട്ടാൻ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും. ഈ ഫ്രൈ ആക്കിയ മീനില്ല, ഫ്രൈ ആക്കിയ മീൻ ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കും. നല്ലതുപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മീൻ. മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, അത് അപ്പോൾ അവിടെ റെഡി. മസാല റെഡി. അപ്പോൾ ഇനി ചോറിപ്പോൾ ഇനി ഇത് വേവ് നോക്കണം. വെന്തതിന് ശേഷം നമുക്ക് അരിപ്പയിൽ ഊറ്റിത്തെടുക്കാം. കുറച്ച് വേവാനുണ്ട്.
നമ്മുടെ നല്ല അടിപൊളി ആക്കൂറ ബിരിയാണി ഇവിടെ റെഡി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.